ഇതിപ്പോ മനുഷ്യന്റെ ഇടപെടൽ കൊണ്ട്, ഇപ്പൊ പല സ്ഥലത്തും മനുഷ്യന്റെ ഇടപെടൽ കൊണ്ട് മാത്രമല്ല, അല്ലാതെയും ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ദുരന്ത സാധ്യത, അതിതീവ്ര മഴ പെയ്യുന്നു. അപ്പൊ ഏറ്റവും പ്രോൺ ആയിട്ടുള്ള ഏരിയയിൽ ഇത്ര മില്ലിമീറ്ററിൽ കൂടുതൽ മഴ പെയ്താൽ ദുരന്ത സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ മണ്ണിന്റെ ഘടന അത് പരിശോധിക്കാനുള്ള സംവിധാനം, റെയിൻ ഗേജ് വെക്കാനുള്ള സംവിധാനം. ഇപ്പൊ തന്നെ വയനാട് ഹ്യൂം എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ഏജൻസി അവർ വളരെ നന്നായി ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഗവൺമെന്റ് തലത്തിലാണെങ്കിൽ ഈ ഡാറ്റയൊക്കെ നമുക്ക് വളരെ സെക്കൻഡുകൾക്കകം കിട്ടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടുകൂടി പെട്ടെന്ന് അനലൈസ് ചെയ്ത് ഇവാക്യുവേഷന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുക്കാൻ പറ്റും. ആ തലത്തിലേക്ക് കേരളം വന്നേ പറ്റൂ. നമ്മൾ പറയില്ലേ, നമ്മളൊരു നോളജ് സൊസൈറ്റിയിലാണ് ജീവിക്കുന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക് വീമ്പ് പറയില്ലേ. ആ വീമ്പ് പറയലിൽ ഇനി കാര്യമില്ല. നോളജ് സൊസൈറ്റിയിലാണ് ജീവിക്കുന്നതെങ്കിൽ ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന അറിവുകൾ സാധാരണക്കാരന് അത് മിറ്റിഗേറ്റ് ചെയ്യാൻ, അതിന്റെ ലഘൂകരിക്കാൻ, പ്രകൃതി ദുരന്തത്തിൽ നിന്ന് നമുക്ക് തടുത്തു നിർത്താൻ പറ്റില്ല. പക്ഷെ ദുരന്തത്തിന്റെ ആഘാതം കുറയ്ക്കാൻ, മനുഷ്യ ജീവനുകളും അവന്റെ സ്വത്തും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നമുക്ക് നടത്തേണ്ടി വരും. അതാണ് ഞങ്ങൾ വെച്ചിരിക്കുന്ന നിർദ്ദേശം. ഡെവലപ്മെന്റ്, ഇനി വികസന പദ്ധതികൾ എല്ലാം തീരുമാനിക്കുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമായിരിക്കണം. അതിനെ ബേസ് ചെയ്തിട്ട് വേണം നയരൂപീകരണത്തിൽ ക്ലൈമറ്റ് ചേഞ്ചിന് വലിയ പ്രാധാന്യം കൊടുക്കണം. ആ ഒരു കാലത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് വേണം എന്ന് കഴിച്ചിരിക്കുകയാണ്. ഇപ്പോ ഭൂമി ഏറ്റെടുക്കലിന് പണ്ട് ലാൻഡ് അക്വിസിഷൻ ആക്ട് ആയിരുന്നു. ഇപ്പൊ റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് ആണ്. നല്ല വില കൊടുത്ത് എടുക്കണമെന്നുള്ള UPA കാലത്ത് ഉണ്ടാക്കിയ നിയമം. ഇപ്പൊ ദുരന്തത്തിന് നമ്മൾ കൊടുക്കുന്ന സമാശ്വാസം എന്താ സഹായം കൊടുക്കുന്നത് പോലെ അല്ലെ, ഏതാണ്ട് ഒരു ഔദാര്യം കൊടുക്കുന്നത് പോലെയാണ്. അത് മാറ്റിയൊരു നിയമനിർമ്മാണം ഉണ്ടാകണം. റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ടിന് സമാനമായി പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായ ആളുകൾക്ക് അവരുടെ അവകാശമായി അവർക്കൊരു പാക്കേജ് പ്രഖ്യാപിക്കാനും ദുരന്ത നിവാരണ പാക്കേജ് ഉണ്ടാകാനും അതിന് നിയമപരമായ പിൻബലം കൊടുത്തുകൊണ്ടുള്ളൊരു നല്ല നിയമം നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം. അതുകൂടി ഞങ്ങൾ ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിലല്ല, പിന്നീടൊരു ഘട്ടത്തിൽ ആ കാര്യത്തിൽ കൂടി നമ്മളത് മുമ്പോട്ട് വയ്ക്കുകയാണ്.